പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന് വിട നൽകുകയാണ് നാട്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചങ്ങമ്പുഴ പാർക്കിൽ അവിടെ പൊതുദർശനം നടക്കുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ അവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു മന്ത്രി P രാജീവ്, അതുപോലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവരടക്കം ഒരു നാടൊന്നാകെ അവിടേക്ക് എൻ രാമചന്ദ്രന് വിട നൽകാൻ എത്തുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. കൊല്ലപ്പെട്ട രാമചന്ദ്രന്, പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന് വിട നൽകുകയാണ് നാട്. മകളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ചാണ് ഭീകരർ രാമചന്ദ്രന് നേരെ വെടിയുതിർക്കുന്നത്. സംസ്കാരം 12 മണിയോടുകൂടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇടപ്പള്ളി ശ്മശാനത്തിൽ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കാണാം. പ്രതിപക്ഷ നേതാവ് അവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും അവിടേക്ക് എത്തിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിലേക്ക് എത്തുകയാണ്. ഒരു 9:30 അവിടെയുള്ള പൊതുദർശനം അവസാനിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അതിനുശേഷം മാമംഗലത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പിന്നീടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പ്രേക്ഷകർക്ക് കാണാം. അതുപോലെ മന്ത്രി P രാജീവിനെ, പ്രതിപക്ഷ നേതാവ് VD സതീശനെ, ഹൈബി ഈഡൻ MP ഒക്കെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. നൊമ്പരക്കടലായി നിൽക്കുകയാണ് നാട്. രാമചന്ദ്രൻ്റെ കുടുംബത്തെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുക വയ്യ. എങ്കിലും ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നത് എന്ന നിലയിൽ അവരുടെ സങ്കടത്തിനൊപ്പം ചേരുകയാണ്. നാടൊപ്പമുണ്ട് എന്നവരോട് പറയുകയാണ്. സാമൂഹിക രംഗത്തും പൊതുരംഗത്തുമൊക്കെ സജീവമായി നിന്നിരുന്ന രാമചന്ദ്രനാണ് വിട പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നാട് വലിയ വേദനയിൽ തന്നെയാണ്. ഭീകരാക്രമണത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് നാട് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഒഴുകിയെത്തുന്ന ജനപ്രവാഹത്തെ നമുക്ക് പൊതുദർശനത്തിന് ഇടയിൽ കാണാം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അവിടേക്ക് എത്തി നിൽക്കുന്നത്. നാട് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ്. 5 വർഷം മുമ്പാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് രാമചന്ദ്രൻ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. പിന്നീട് കുടുംബാംഗങ്ങൾക്കൊപ്പം വിനോദസഞ്ചാരത്തിനായി പഹൽഗാമിലേക്ക് പോയതാണ്. അവിടെ നിന്നാണ് ഭീകരരുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാവുന്ന നില ഉണ്ടായത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരികെ എത്തിയതിനു ശേഷം അവിടെയുള്ള പൊതുരംഗത്ത്, സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായി അവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രശ്നങ്ങളിലും സന്തോഷങ്ങളിലുമൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അവരോടൊപ്പം നിന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാടൊന്നാകെ അവിടേക്ക് ഈ ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. മകൾ ആരതിയുടെ ദൃശ്യം അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ആരതിയുടെ മുന്നിൽ വെച്ചാണ് പിതാവിന് ജീവൻ നഷ്ടമാവുന്നത്. 2 പേരക്കുട്ടികൾക്ക് മുമ്പിൽ വെച്ചാണ് ജീവൻ നഷ്ടമാവുന്നത്. ഇപ്പോഴവിടെ പൊതുദർശനം നടക്കുന്നു. ആയിരങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഭീകരതയ്ക്ക് മാപ്പില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം വളരെ സാധു മനുഷ്യരായ ആളുകളെയാണ് ഈ ഭീകരർ കൊലപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്താകെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഒപ്പം തന്നെ അതിന് നയതന്ത്ര തലത്തിലടക്കം മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ ശ്രമം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനിടയിൽ കേരളത്തിൻ്റെ വേദനയായി മാറുകയാണ് രാമചന്ദ്രൻ. ഇപ്പോൾ ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, ഏറ്റവും ഒടുവിലായി ഇപ്പോഴിതാ ദേവൻ രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവും കൂടി അവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. പുതിയ ദൃശ്യങ്ങൾ, വിവരങ്ങൾ ശ്യാം. നിലവിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ N രാമചന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങളെ കണ്ട് അവരോട് സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഹൈക്കോടതിയിലെ വിവിധ ജഡ്ജിമാർ, ഇപ്പോൾ അവസാനം എത്തിയത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ്. നേരത്തെയും നിരവധി ജഡ്ജിമാർ ഉൾപ്പെടെ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് മടങ്ങിയത്. ഇപ്പോഴും വലിയ ക്യൂ ആണ് രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഈ ചങ്ങമ്പുഴ പാർക്കിൻ്റെ പുറത്തേക്ക് വരെ നീണ്ടു നിൽക്കുന്നത്. 9:30 ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നതിൽ പോലും സംശയമുണ്ട്. ആളുകൾ ഒഴുകിയെത്തുകയാണ്. കാരണം ഈ നാടുമായും നാട്ടുകാരുമായും വളരെ വലിയ വ്യക്തിബന്ധവും സൗഹൃദവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതിലുപരി നമ്മുടെ നാട്ടിലെ ഒരു പൗരനെയാണ് തീവ്രവാദികളുടെ തോക്കിന് മുന്നിൽ ഇരയായത്. അതിനുള്ള അമർഷവും വേദനയും ഓരോരുത്തരും പങ്കുവെക്കുന്നു. അവർ ഇവിടെ എത്തി രാമചന്ദ്രൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തെ ആശ്വസിപ്പിച്ചാണ് മടങ്ങുന്നത്. ആ കുടുംബത്തിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചാണ് മടങ്ങുന്നത്. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ രാമചന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി
ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ മുതൽ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രൻ ഔദ്യോഗികമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മുതൽ വലിയ ജനസഞ്ചയം, അത് അദ്ദേഹത്തെ പരിചയമുള്ളവർ മാത്രമല്ല, ഈ നാടിൻ്റെ ഓരോ പരിച്ഛേദവും ഇങ്ങോട്ട് എത്തുകയാണ്. കാരണം നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ രാജ്യത്തെ ഒരു സാധാരണ പൗരൻ, അദ്ദേഹത്തിനുണ്ടായ ഒരു വിയോഗം, അത് വളരെ ക്രൂരമായ തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കൊലപ്പെടുത്തൽ, അതിനെ ഈ നാട് വിലപിക്കുന്നു, നാട് പ്രതിഷേധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഭാരത് മാതാ കി ജയ് എന്നുള്ള വിളികൾ പലവട്ടമാണ് ഇവിടെ കൂടിയ ആളുകൾ മുഴക്കുകയും വിളിക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ നാട് ഒന്നാണ്, ഈ നാടിനെ ഒരു തീവ്രവാദിക്കും വിഘടിപ്പിക്കാനോ വിഭജിക്കാനോ സാധിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് ആളുകൾ എത്തുന്നത്. അത് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മന്ത്രി എ കെ ശശീന്ദ്രനെയാണ്. അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ച് പുഷ്പചക്രം സമർപ്പിക്കുകയാണ്. 9:30 വരെയാണ് ഇവിടെ പുഷ്പചക്രം സമർപ്പിക്കുന്നത്. 9:30 വരെയാണ് ഇവിടെ ഈ പൊതുദർശനം തുടരുക. അതിനുശേഷമാകും മൃതദേഹം വീട്ടിലേക്ക്, ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അവിടെ കുടുംബാംഗങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരമാണ് ഉണ്ടാവുക. ഇപ്പോൾ മന്ത്രി കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം ഈ മൃതദേഹം ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകൾ, അത് ആ ക്യൂവിൻ്റെ നീളം ഒട്ടും കുറയുന്നില്ല എന്ന് മാത്രമല്ല, റോഡിന് പുറത്തേക്ക് വരെ ആ ക്യൂ നീണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ ഇതാണ് ഇവിടുത്തെ കാഴ്ച.